والمحصنات من النساء إلا ما ملكت أيمانكم كتاب الله عليكم وأحل لكم ما وراء ذلكم أن تبتغوا بأموالكم محصنين غير مسافحين فما استمتعتم به منهن فآتوهن أجورهن فريضة ولا جناح عليكم فيما تراضيتم به من بعد الفريضة إن الله كان عليما حكيما. മുഹ്സനാത്ത് അഥവാ മറ്റാരെങ്കിലും വിവാഹം ചെയ്തിട്ടുള്ള ഭർതൃമതികളായ സ്ത്രീകളും നിങ്ങൾക്ക് നിഷിദ്ധമാകുന്നു. എന്നാൽ യുദ്ധത്തടവുകാരായി നിങ്ങളുടെ അധീനത്തിൽ വന്ന സ്ത്രീകൾ അതിൽ നിന്നൊഴിവാകുന്നു. ഇത് നിങ്ങൾ അനുസരിക്കാൻ കടപ്പെട്ട ദൈവിക നിയമമത്രേ. ഇവരല്ലാത്ത സ്ത്രീകളെയെല്ലാം സമ്പത്ത് അഥവാ വിവാഹമൂല്യം മുഖേന നിങ്ങൾ തേടുന്നത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അവരെ അവിഹിത വീഴ്ചയിലേർപ്പെടാതെ വിവാഹത്തിന്റെ സുരക്ഷിതത്വത്തിൽ സൂക്ഷിക്കണമെന്ന് നിബന്ധനയുണ്ട്. അവരുമായി ദാമ്പത്യ സുഖം പങ്കിടുന്നവർ അവർക്കുള്ള വിവാഹമൂല്യം നിർബന്ധമായി തന്നെ നൽകേണ്ടതാകുന്നു. വിവാഹമൂല്യം നിർണയിച്ച ശേഷം ഉഭയസമ്മതത്തോടെ വല്ല വിട്ടുവീഴ്ചയും ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. നിശ്ചയം അല്ലാഹു സർവജ്ഞനും യുക്തിമാനുമാകുന്നു. വിലക്കപ്പെട്ട ഭർതൃമതികളായ സ്ത്രീകളിൽ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകൾ പെടുന്നില്ല. അവരുടെ അമുസ്ലിം ഭർത്താക്കൾ ശത്രുരാജ്യത്ത് താമസിക്കുന്നുണ്ടെങ്കിലും ആ സ്ത്രീകൾ ഹറാമല്ല. കാരണം ആ സ്ത്രീ ശത്രുരാജ്യത്തിൽ നിന്ന് ഇസ്ലാമിക രാഷ്ട്രത്തിലേക്ക് വരുന്നതുകൊണ്ട് ആ വിവാഹം ദുർബലപ്പെട്ടിരിക്കുന്നു. അത്തരം സ്ത്രീകളെ വിവാഹം കഴിക്കാവുന്നതാണ്. ഇപ്പോൾ അവർ ആരുടെ ഉടമസ്ഥതയിലാണോ ആ പുരുഷന് അവളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടാവുന്നതാണ്. എന്നാൽ ഭാര്യാഭർത്താക്കൾ ഒപ്പം പിടിക്കപ്പെടുന്ന സാഹചര്യത്തിലുള്ള വിധി എന്തെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ പക്ഷാന്തരമുണ്ട്. അവരുടെ പൂർവ്വബന്ധം നിലനിൽക്കുമെന്നാണ് ഇമാം അബൂ ഹനീഫയുടെയും ശിഷ്യന്മാരുടെയും അഭിപ്രായം. ഇമാം മാലിക്കും ഇമാം ഷാഫിയിയും പറയുന്നത് ആ ബന്ധം ദുർബലപ്പെടുമെന്നാണ്. അടിമസ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സംബന്ധിച്ച് ജനങ്ങളിൽ വളരെ തെറ്റിദ്ധാരണകൾ സ്ഥലം പിടിച്ചിട്ടുണ്ട്. അതിനാൽ താഴെ പറയുന്ന സംഗതികൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. 1. സ്ത്രീകൾ യുദ്ധത്തിൽ ബന്ധനസ്ഥരാക്കപ്പെടുന്നതോടെ പട്ടാളക്കാർക്ക് അവരെ ഭോഗിക്കാൻ പാടുള്ളതല്ല. അവരെ ഗവൺമെന്റിന്റെ വശം ഏൽപ്പിക്കണം. ഗവൺമെന്റിന് അവരെ വിട്ടയക്കുകയോ പിഴ വാങ്ങി മോചിപ്പിക്കുകയോ ശത്രുക്കളുടെ ബന്ധനത്തിലുള്ള മുസ്ലിം ഭടന്മാർക്ക് പകരമായി കൈമാറുകയോ ചെയ്യാൻ അധികാരമുണ്ട്. അതുപോലെ ഗവൺമെന്റിന് പട്ടാളക്കാർക്കിടയിൽ അവരെ വിഭജിച്ചു കൊടുക്കാവുന്നതുമാണ്. ഇങ്ങനെ വിഭജിക്കുക വഴി ഗവൺമെന്റിൽ നിന്ന് നിയമാനുസാരം ഉടമപ്പെടുന്ന സ്ത്രീകളെ മാത്രമേ ഒരു പടയാളി പ്രാപിക്കാൻ പാടുള്ളൂ. 2. ഇപ്രകാരം ഒരാളുടെ ഉടമയിൽ വരുന്ന സ്ത്രീയുമായി സമ്പർക്കം പുലർത്തണമെങ്കിൽ അവൾക്ക് ഒരു പ്രാവശ്യം ആർത്തവശുദ്ധി വരികയും അവൾ ഗർഭിണിയല്ലെന്ന് ഉറപ്പാവുകയും വേണം. അതിനു മുമ്പുള്ള സമ്പർക്കം ഹറാമാണ്. ഗർഭിണിയാണെങ്കിൽ പ്രസവം കഴിഞ്ഞ് ശുദ്ധിയാവുന്നതുവരെ സംസർഗം പാടില്ല. 3. യുദ്ധത്തിൽ ബന്ധനസ്ഥകളാകുന്ന സ്ത്രീകളുമായി ലൈംഗിക ബന്ധം പുലർത്തുന്നതിന് അവർ വേദക്കാരായിരിക്കണമെന്ന് ഉപാധിയൊന്നുമില്ല. അവരുടെ മതം എന്തുതന്നെയായാലും ശരി, നിയമാനുസാരം ഉടമസ്ഥത ലഭിച്ചു വന്ന ആൾക്ക് അവളുമായി ബന്ധം പുലർത്താവുന്നതാണ്. 4. ഒരു സ്ത്രീ ഏതൊരുത്തന്റെ അവകാശത്തിൽ വന്നിട്ടുണ്ടോ അവന് മാത്രമേ അവളെ പ്രാപിക്കാൻ പാടുള്ളൂ. മറ്റൊരാൾക്കും അവളുടെ മേൽ കൈവയ്ക്കാൻ അവകാശമില്ല. അവൾക്കുണ്ടാകുന്ന സന്തതികൾ അയാളുടെ നിയമാനുസൃത സന്താനങ്ങളായി പരിഗണിക്കപ്പെടും. സ്വന്തം മക്കളെന്ന നിലയ്ക്ക് ഇവർക്കും കുലീന സ്ത്രീയിൽ ജനിച്ച സന്തതികൾക്കുള്ള നിയമപരമായ അവകാശങ്ങളെല്ലാം ശരീഅത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. സന്താനമുണ്ടായാൽ പിന്നെ അവളെ കൈമാറാൻ പാടില്ല. യജമാനൻ മരിക്കുന്നതോടെ അവൾ സ്വയം സ്വതന്ത്രയാവുകയും ചെയ്യും. 5. മേൽപ്പറഞ്ഞ വിധം ഒരാളുടെ അധീനത്തിൽ വരുന്ന സ്ത്രീയെ വേറൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ കല്യാണം നടന്നാൽ പിന്നെ യജമാനന് അവളുമായി യാതൊരു ലൈംഗിക ബന്ധവും പാടില്ല. മറ്റു പരിചരണങ്ങളെല്ലാം ആവാം. 6. ഭാര്യമാരുടെ സംഖ്യ 4 പരിമിതമാക്കിയതുപോലെ ദാസിമാരുടെ സംഖ്യയ്ക്ക് ശരീഅത്ത് പരിധി നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ പണക്കാർക്ക് എത്ര വേണമെങ്കിലും വെപ്പാട്ടികൾ വെച്ചുകൊണ്ടിരിക്കാൻ അനുവദിക്കലല്ല ശരീഅത്തിന്റെ ഉദ്ദേശ്യം. മറിച്ച് യുദ്ധത്തിന്റെ പരിതാവസ്ഥകൾ അനിശ്ചിതമായതിനാൽ ഈ വിഷയത്തിൽ ഒരു പരിധി നിർണയിക്കാൻ കഴിയാത്തതാണ് ഇതിന് കാരണം. 7. മറ്റെല്ലാ ഉടമാവകാശങ്ങളെയും പോലെ
ഒരാൾക്ക് നിയമാനുസൃതമായി ഗവൺമെന്റ് നൽകിയ യുദ്ധ തടവുകാരുടെ മേലുള്ള ഉടമാവകാശവും കൈമാറ്റം ചെയ്യാവുന്നതാണ്. 8. വിവാഹം ഒരു നിയമാനുസൃത നടപടിയായതുപോലെ തന്നെയാണ് ഗവൺമെന്റിൽ നിന്ന് നിയമാനുസാരം നൽകപ്പെട്ട ഈ ഉടമാവകാശവും. വൈവാഹിക ബന്ധത്തിൽ ഒരാൾക്കും അവജ്ഞ തോന്നാത്ത സ്ഥിതിക്ക് ഗവൺമെന്റിൽ നിന്ന് നൽകപ്പെട്ട ദാസിമാരുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നതിൽ മാത്രം അനാശാസ്യത തോന്നാൻ യുക്തിസഹമായ ന്യായമില്ല. 9. യുദ്ധ തടവുകാരിൽ ഗവൺമെന്റ് ഒരാൾക്ക് ഉടമപ്പെടുത്തിക്കൊടുത്ത സ്ത്രീയെ പിന്നീട് തിരിച്ചുവാങ്ങാൻ ഗവൺമെന്റിന് അധികാരമില്ല. വിവാഹം ചെയ്തു കൊടുത്ത ശേഷം മകളെ തിരിച്ചുവാങ്ങാൻ രക്ഷാകർത്താവിന് അവകാശമില്ലാത്തതുപോലെ. 10. ഒരു സേനാധിപതി താൽക്കാലികമായി മാത്രം തന്റെ പട്ടാളക്കാർക്ക് ബന്ധനസ്ഥരായ സ്ത്രീകളുമായി ലൈംഗിക വേഴ്ച നടത്താൻ അനുവാദം കൊടുക്കുന്നത് ഇസ്ലാമിക നിയമപ്രകാരം നിഷിദ്ധമാണ്. അതും വ്യഭിചാരവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. وَمَن لَّمْ يَسْتَطِعْ مِنكُمْ طَوْلًا أَن يَنكِحَ الْمُحْصَنَاتِ الْمُؤْمِنَاتِ فَمِمَّا مَلَكَتْ أَيْمَانُكُم مِّن فَتَيَاتِكُمُ الْمُؤْمِنَاتِ وَاللَّهُ أَعْلَمُ بِإِيمَانِكُم بَعْضُكُم مِّن بَعْضٍ فَانكِحُوهُنَّ بِإِذْنِ أَهْلِهِنَّ وَآتُوهُنَّ أُجُورَهُنَّ بِالْمَعْرُوفِ محصنات غير مسافحات ولا متخذات أخدان فإذا أحصن فإن أتين بفاحشة فعليهن نصف ما على المحصنات من العذاب ذلك لمن خشي العنة منكم وأن تصبروا خير لكم والله غفور رحيم. നിങ്ങളിൽ ആർക്കെങ്കിലും മുഹ്സനാത്തുകളെ, അതായത് വിശ്വാസിനികളായ കുലസ്ത്രീകളെ വിവാഹം ചെയ്യാൻ സാമ്പത്തിക ശേഷിയില്ലാതെ വന്നാൽ നിങ്ങളുടെ അധീനതയിലുള്ള വിശ്വാസിനികളായ യുവതികളെ വിവാഹം ചെയ്തുകൊള്ളുക. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അവസ്ഥ ഏറ്റവും അറിയുന്നവനത്രേ അല്ലാഹു. നിങ്ങളെല്ലാവരും ഒരേ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളാണല്ലോ. അതിനാൽ അവരുടെ രക്ഷാധികാരികളുടെ അനുമതിയോടെ അവരെ വിവാഹം ചെയ്തുകൊള്ളുക. അവർക്ക് ന്യായമായ വിവാഹമൂല്യം നൽകുകയും ചെയ്യുക. അവർ ദാമ്പത്യത്തിന്റെ പരിധിയിൽ സുരക്ഷിതർ അഥവാ മുഹ്സനാത്ത് ആയിരിക്കുന്നതിനും അവിഹിത വേഴ്ചകളിൽ ഏർപ്പെടാതിരിക്കുന്നതിനും ജാരന്മാരെ സ്വീകരിക്കാതിരിക്കുന്നതിനും വേണ്ടി. ദാമ്പത്യത്തിന്റെ പരിധിയിൽ സുരക്ഷിതരായ ശേഷം ദുർനടപ്പിലേർപ്പെടുന്നവർക്ക് കുലസ്ത്രീകൾക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ശിക്ഷയുടെ പകുതി ശിക്ഷ നൽകപ്പെടേണ്ടതാകുന്നു. ഈ ഇളവ് നിങ്ങളിൽ കല്യാണം കഴിച്ചില്ലെങ്കിൽ അനാശാസ നടപടിയിലേക്ക് വഴുതിപ്പോകുമെന്ന് ഭയക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളതത്രേ. എന്നാൽ നിങ്ങൾ ക്ഷമിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും ഗുണകരം. അല്ലാഹു പൊറുക്കുന്നവനും ദയാപരനുമല്ലോ. നിങ്ങളെല്ലാവരും ഒരേ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളാണല്ലോ എന്ന് പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ്. സമുദായത്തിനകത്ത് ആളുകൾ തമ്മിലുള്ള പദവി വ്യത്യാസങ്ങളെല്ലാം കേവലം ചില സങ്കല്പങ്ങളാണ്. വാസ്തവത്തിൽ വിശ്വാസികളെല്ലാം സമന്മാരത്രേ. മനുഷ്യർ തമ്മിൽ വിവേചനത്തിന് യഥാർത്ഥമായ വല്ല കാരണവുമുണ്ടെങ്കിൽ അത് സത്യവിശ്വാസം ഒന്നു മാത്രമാണ്. ഇതാകട്ടെ ഉയർന്ന കുടുംബത്തിന്റെ കുത്തകയല്ല താനും. സത്യവിശ്വാസത്തിലും ധർമ്മവിചാരത്തിലും ഒരു ദാസിക്ക് കുലീനയേക്കാൾ ശ്രേഷ്ഠതയാർജിക്കാവുന്നതാണ്. ദാസികൾക്ക് കുലസ്ത്രീകൾക്കുള്ള ശിക്ഷയുടെ പകുതി എന്ന് പറഞ്ഞതിൽ ഉപരിപ്ലവമായ വീക്ഷണത്തിൽ ഒരു കുഴപ്പം അനുഭവപ്പെട്ടേക്കാം. ഇതിൽ നിന്ന് ഖവാരിജുകളും എറിഞ്ഞുകൊല്ലൽ ശിക്ഷയെ നിഷേധിക്കുന്ന മറ്റെല്ലാ കക്ഷികളും മുതലെടുക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അവരുടെ വാദം ഇതാണ്: വിവാഹിതയായ ഒരു സ്വതന്ത്ര സ്ത്രീ വ്യഭിചരിച്ചു പോയാൽ അവൾക്ക് എറിഞ്ഞുകൊല്ലൽ ശിക്ഷയാണ് നൽകേണ്ടതെങ്കിൽ വിവാഹിതയായ ഒരടിമ സ്ത്രീക്ക് അതിന്റെ പകുതി ശിക്ഷ നൽകുന്നതെങ്ങനെയാണ്? അതിനാൽ ഇസ്ലാമിൽ എറിഞ്ഞുകൊല്ലൽ ശിക്ഷ ഇല്ലെന്ന് വളരെ സ്പഷ്ടം. അതിലേക്കൊരു ഖണ്ഡിതമായ തെളിവാണീ ആയത്ത്. എന്നാൽ ഖുർആന്റെ പദങ്ങളെപ്പറ്റി ഇവർ ഒട്ടും ചിന്തിക്കുന്നില്ല. ഈ പ്രഭാഷണത്തിൽ രണ്ടിടത്ത് രണ്ടർത്ഥത്തിലാണ് മുഹ്സനാത്ത് എന്ന പദം പ്രയോഗിച്ചിട്ടുള്ളത്. അതിന്റെ നേരർത്ഥം സംരക്ഷിത സ്ത്രീകൾ എന്നാണ്. പ്രയോഗത്തിൽ വിവാഹിതകൾ, അതായത് ഭർത്താവിനാൽ സംരക്ഷിക്കപ്പെടുന്നവർ എന്നും സ്വതന്ത്രകൾ,
അതായത് അവിവാഹിതകളെങ്കിലും കുലത്താൽ സംരക്ഷിക്കപ്പെടുന്നവർ എന്നുമുള്ള രണ്ടർത്ഥങ്ങൾക്ക് ആ പദം വരുന്നു. ഈ സൂക്തത്തിന്റെ ഉള്ളടക്കത്തിൽ നിന്ന് വ്യക്തമാവും പ്രകാരം അടിമകളുടെ മറുവശത്ത് മുഹ്സ്വനാത്ത് പ്രയോഗിച്ചിട്ടുള്ളത് കുലസ്ത്രീകളെന്ന അർത്ഥത്തിലാണ്, വിവാഹിതകളെന്ന അർത്ഥത്തിലല്ല. നേരെ മറിച്ച് അടിമ സ്ത്രീകൾക്ക് മുഹ്സനാത്ത് എന്ന് പ്രയോഗിച്ചതാകട്ടെ വിവാഹിതകൾ എന്ന അർത്ഥത്തിലുമാണ്. അവർ ദാമ്പത്യത്തിന്റെ പരിധിയിൽ സുരക്ഷിതരായ ശേഷം ദുർനടപ്പിലേർപ്പെടുന്ന പക്ഷം അവർക്ക് പകുതി ശിക്ഷയാണുള്ളതെന്ന് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. കുലസ്ത്രീകൾ വിവാഹിതരാകുമ്പോൾ അവർക്ക് രണ്ടു തരത്തിലുള്ള ചാരിത്ര്യ സംരക്ഷണം ലഭിക്കുന്നുണ്ട്. ഒന്ന്, കുലത്തിന്റെ സംരക്ഷണം, തന്മൂലം അവിവാഹിതരെങ്കിലും അവർ മുഹ്സ്വനത്താണ്. രണ്ട്, ഭർത്താവിന്റെ സംരക്ഷണം. ഇതുവഴി കുലസംരക്ഷണത്തോടൊപ്പം മറ്റൊരു സംരക്ഷണം കൂടി ലഭിക്കുന്നു. മറിച്ച് അടിമ സ്ത്രീ അടിമയായിരിക്കുന്ന കാലത്തോളം അവളുടെ ചാരിത്ര്യത്തിന് കുലത്തിന്റെ സംരക്ഷണമില്ല. അതിനാൽ അവൾ മുഹ്സനത്തല്ല. നിക്കാഹിൽ വരുമ്പോൾ മാത്രം ഭർത്താവിന്റെ സംരക്ഷണം ലഭിക്കുന്നു, അതും അർദ്ധസംരക്ഷണം. കാരണം ഭർത്താവിന്റെ രക്ഷയിൽ വന്നാലും ഉടമസ്ഥന്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രയോ സമുദായത്തിനകത്ത് കുലീനകൾക്കുള്ള പദവി ലഭിച്ചവളോ അല്ല. അതിനാൽ അവൾക്ക് നൽകപ്പെടുന്ന ശിക്ഷ അവിവാഹിതകളായ കുലീനകളുടെ പകുതി ശിക്ഷയാണ്, വിവാഹിതകളായ കുലീനകളുടെ പകുതി ശിക്ഷയല്ല. ഇവിടെ വെച്ച് മറ്റൊരു സംഗതി കൂടി വ്യക്തമായി കഴിഞ്ഞു. സൂറത്ത് നൂറിലെ 2-ാമത്തെ ആയത്തിൽ പ്രതിപാദിച്ച വ്യഭിചാര ശിക്ഷ അവിവാഹിതരായ വ്യഭിചാരികൾക്കും വ്യഭിചാരിണികൾക്കും മാത്രമുള്ളതാണ്. ഇവിടെ പ്രസ്താവിച്ച പകുതി ശിക്ഷയാവട്ടെ വിവാഹിതയായ അടിമ സ്ത്രീയുടേതും. വിവാഹിതകളായ കുലീനകളാകട്ടെ അവിവാഹിതകളായ കുലീനകളേക്കാൾ കൂടുതൽ ശിക്ഷാർഹരാണ്. കാരണം അവർ ഇരട്ട സംരക്ഷണത്തെ അതിലംഘിച്ചവരാണല്ലോ. ആ ശിക്ഷ എറിഞ്ഞുകൊല്ലലാണെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും അതിലേക്ക് സൂചന നൽകിയിട്ടുണ്ട്. മന്ദബുദ്ധികൾക്ക് അത് ഗ്രഹിക്കാനാവുന്നില്ലെങ്കിൽ നബിയെപ്പോലുള്ള കൂർമ്മ ബുദ്ധികൾക്ക് അതൊരിക്കലും സ്പഷ്ടമാകാതിരിക്കാൻ തരമില്ല. അതാണ് അവിടുന്ന് നടപ്പിൽ വരുത്തി മാതൃക കാണിച്ചതും. ഈ സൂക്തത്തിൽ ഈ ഇളവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്: കുലസ്ത്രീകളെ നിക്കാഹ് ചെയ്യാൻ വേണ്ട സാമ്പത്തിക സൗകര്യമില്ലാതിരിക്കുമ്പോൾ അടിമ സ്ത്രീകളെ അവരുടെ യജമാനന്മാരുടെ സമ്മതത്തോടുകൂടി കല്യാണം കഴിക്കാവുന്നതാണ്. يريد الله ليبين لكم ويهديكم سنن الذين من قبلكم ويتوب عليكم والله عليم حكيم. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സജ്ജനങ്ങളുടെ നടപടികൾ വിവരിച്ചു തരുന്നതിനും അതിലൂടെ നിങ്ങളെ നയിക്കുന്നതിനുമാകുന്നു അല്ലാഹു ഉദ്ദേശിക്കുന്നത്. കാരുണ്യത്തോടെ നിങ്ങളെ കടാക്ഷിക്കാനും അവൻ ഉദ്ദേശിക്കുന്നു. അവൻ അഭിജ്ഞനും യുക്തിമാനുമല്ലോ. ഈ സൂറയിൽ ഇതുവരെ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളെയും ഇതിനു മുമ്പ് സൂറത്തുൽ ബഖറയിൽ പ്രതിപാദിച്ച നാഗരിക സാമൂഹിക നിയമങ്ങളെയും മൊത്തത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ സൂക്തം പറയുകയാണ്: അതിപ്രാചീന കാലം മുതൽക്കേ ഓരോ ചരിത്രഘട്ടത്തിലും നിയുക്തരായ പ്രവാചകന്മാരും അവരുടെ ഉത്തമ ശിഷ്യന്മാരും അനുഷ്ഠിച്ചു പോന്ന സാമൂഹിക, ധാർമ്മിക, നാഗരിക നിയമങ്ങളും നടപടിച്ചട്ടങ്ങളുമാണിത്. അനിസ്ലാമികമായ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്ത് ആ സജ്ജനങ്ങളുടെ ജീവിത പഥത്തിലേക്ക് ആനയിക്കാൻ വേണ്ടിയാണ് അതെല്ലാം ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഇത് അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന മഹത്തായ അനുഗ്രഹവും കാരുണ്യവുമാണ്. والمحصنات من النساء